അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി. വീട് ഫെയ്ത്തുവിന്റെ വീട്, വീട് ഫെയ്ത്തുവിന്റെ വീട്. ഫെയ്ത്തു, ഫെയ്ത്തു, എണീക്ക്, പള്ളി പോണ്ടേ. ഫെയ്ത്തു എണീക്ക്. എന്തിനാ പള്ളി പോണ്ടേ. ഇല്ലുമിനാട്ടി, ഇല്ലുമിനാട്ടി. ഇത് വേണ്ട, ഇത് കൊള്ളൂല. ഇതിടാം, ഈ പാൻറ് ഇടാം. ഇല്ലുമിനാട്ടി, ഇല്ലുമിനാട്ടി. അണ്ണത്തെ മാറ്. എനിക്കിത് വേണോ? വേണം. ഇത് വേണോ? ഇത് വേണം. Let it go, let it go. There are no many more. Let it go, let it go. And no many more. നന്ദു ചേട്ടായി, ആ ഇതൊന്ന് ഇട്ട് തരാവോ? ഈ പിള്ളേർ ഇത് എന്ത് കാണിച്ചിട്ടേക്കാ? മുഴുവൻ വലിച്ചു വാരിയിട്ടിട്ടുണ്ടോ? എല്ലാം വലിച്ചെറിഞ്ഞേക്കാ. ഒന്നും അടുക്കി വെച്ചൂടാ. സകലത് നിരത്തി ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഞാൻ തന്നെ വന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട്. ഷീറ്റ് ഇട്ട ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. ജാസ്മിൻ എന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, നീ പിള്ളേരുടെ പുറകെ നടന്ന് ഇതെല്ലാം ചെയ്യാൻ നിന്നാ അവരെന്തെങ്കിലും പഠിക്കുവോ? അവരെപ്പോഴും ഇത് തന്നെയല്ലേ ചെയ്യുള്ളൂ. പിള്ളേരല്ലേ, അവര് വലുതാവുമ്പോ സമയമാവുമ്പോ ചെയ്തോളൂന്നേ. നീ അവരെ വഷളാക്കുന്ന കേട്ടോ. വഷളാക്കുന്ന അല്ല ഏട്ടാ, അവര് വലുതാവുമ്പോ ചെയ്തോളൂ. കുട്ടികളെ അവരുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം ഉറങ്ങുന്ന സമയം വരെ കുട്ടികൾക്ക് മാതാപിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ചില ഡിസോർഡറുകൾ കാണുമ്പോൾ പേരൻസ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താറുമുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷന്റെ ഒരു വലിയ കുറവാണ്. ഒരു സാധനം മക്കളെടുത്താൽ, ഒരു മോനെടുത്താൽ, മോളെടുത്താൽ എടുക്കുന്ന സാധനം എടുക്കുന്നിടത്ത് വെക്കാനുള്ള ഒരു പരിശീലനം അത് ബാല്യം മുതലേ മക്കൾക്ക് കൊടുത്താലേ വലുതായാലും ഉണ്ടാവുകയുള്ളൂ.
ഉദാഹരണത്തിന് പറഞ്ഞാൽ കിടന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അവർ പുതയ്ക്കുന്ന ഷീറ്റ് അത് വൃത്തിയായും ഭംഗിയായും വെക്കാനായിട്ടുള്ള ഒരു പരിശീലനം അപ്പനും കൊടുക്കാം, അമ്മയ്ക്കും കൊടുക്കാം. അവർക്ക് അങ്ങനെ ഒരു പരിശീലനം കിട്ടി അവർ വളരുകയാണെങ്കിൽ വലുതാകുമ്പോൾ അവര് ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി, ക്രമമായി, ചിട്ടയായി ചെയ്തിരിക്കും. മക്കളുടെ പരിപാലനത്തിൽ സ്വന്തം കാര്യം ചെയ്യാൻ അവരെ പഠിപ്പിക്കുന്നതും അടുക്കോടും ചിട്ടയോടും വൃത്തിയോടും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും അവരുടെ വളർച്ചയെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നല്ല കൃത്യതയുള്ളവരും വ്യക്തതയുള്ളവരും കാര്യങ്ങളൊക്കെ ഭംഗിയായും ക്രമമായും ചെയ്യുവാനുള്ള ശീലം ബാല്യം മുതലേ അവർക്ക് നൽകിക്കൊണ്ട് പരിശീലിപ്പിച്ചുകൊണ്ട് നല്ല മക്കളാക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീട് അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി.